പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. മർക്കോസ് 7-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മളിന്ന് തുടർന്ന് അത് ചിന്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ വചനം പഠിക്കാൻ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മൾ മർക്കോസ് 7-ാം അധ്യായത്തിൽ കാണാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ, കടലിന് മീതെ നടന്ന സംഭവത്തിലൂടെ, അവരെ കടന്നു പോകാൻ ഭാവിച്ചതിലൂടെ, ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞതിലൂടെ, ഈ 4 സന്ദർഭങ്ങളിലൂടെ യേശു എന്താണ് തെളിയിച്ചത്? യേശു ആരാണെന്ന് തെളിയിച്ചു? ദൈവമാണെന്ന് തെളിയിച്ചു. തൻ്റെ ദൈവത്വം തെളിയിച്ചു. അപ്പോൾ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത്, യഹൂദന്മാരുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ആരാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. പെരുവെള്ളത്തിന് മീതെ വഴിവെട്ടുന്നവൻ, സമുദ്രത്തിന് മീതെ വഴിവെട്ടുന്നവൻ, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവൻ, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ തൻ്റെ ദൈവത്വം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ 7-ാം അധ്യായത്തിൽ കാണുന്നത്, ഈ ദൈവത്തോട് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്. അത് കുറേ ആചാരങ്ങളുടെ ബന്ധമാണോ അതോ ഒരു ഹൃദയ ബന്ധമാണോ? ഈ വിഷയമാണ് 7-ാം അധ്യായം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈശോയോടുള്ള ബന്ധം എങ്ങനെയാവണം? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രതിപാദന വിഷയം. അതുകൊണ്ടാണ് ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ച് പരിസയരും ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞരും കുറ്റം പറയുമ്പോൾ ആ പശ്ചാത്തലത്തിൽ കർത്താവ് ഈ ഭാഗം വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു 3 ഘട്ടമായിട്ടാണ് ഈ ചോദ്യത്തിന് കർത്താവ് ഉത്തരം തരുന്നത്. ഒന്നാമത്തേത്, അവർ ചോദിച്ച ചോദ്യം എന്താണ്? ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് പൂർവികരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് നേരിട്ടല്ല. ഈശോ ഈ ചോദ്യത്തിന് ഡയറക്റ്റായി ആൻസർ കൊടുക്കുകയല്ല. ആദ്യത്തെ ഘട്ടം, ഈ ചോദ്യം ചോദിച്ച ആളുകളുടെ ആ ചോദിച്ച ചോദ്യത്തിന് പിന്നിലുള്ള അടിത്തറ ഇളകിയ ഒരു ദൈവശാസ്ത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ദൈവവചനപ്രകാരം അടിത്തറ ഇല്ലാത്തതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് ഞാൻ വിശദീകരിച്ചു, അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമതായിട്ട് കർത്താവ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. ഇതിൻ്റെ 2-ാം ഘട്ടം, അതായത് കൈ കഴുകാതെ നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കർത്താവ് യേശു മിശിഹ എന്ത് ചെയ്യുന്നു? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണം എവിടെയുള്ള ഉദാഹരണമാണ്? ഫരിസേയരുടെ ജീവിത രീതിയിൽ നിന്ന്, അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു വ്യർത്ഥമായ, പ്രയോജനമില്ലാത്ത, അർത്ഥമില്ലാത്ത ഒരു ആചാരം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഈ ആത്മീയത ദൈവവചനത്തിനെതിരാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ 6-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. 8-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഭയങ്കരമായ ഒരു ക്രിറ്റിസിസമാണിത്. ദൈവത്തിൻ്റെ കൽപ്പന അവഗണിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ പാരമ്പര്യത്തെ
നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അതായത് ഈ കാര്യം തന്നെ ഒരു 3 തവണ കർത്താവ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ തവണ ഇവിടെയാണ്. എന്താണ് ഒന്നാമത്തെ തവണ കർത്താവ് പറയുന്നത്? നിങ്ങൾ മനുഷ്യൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നു. മൂന്നാമതായിട്ട് 13-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. എന്തായി പറഞ്ഞത്? സൂക്ഷിച്ച് കേൾക്കണം. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനയെ മറന്നു കളയുകയാണ്, അവഗണിക്കുകയാണ്. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവകൽപ്പനയെ നിസാരമായിട്ട് കാണുകയാണ്. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് വലുത്? പാരമ്പര്യമാണോ ദൈവവചനമാണോ? കർത്താവ് ചോദിക്കുകയാണ്, ഏതാണ് നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ പാരമ്പര്യമാണോ ദൈവം മോശ വഴി അരുളി ചെയ്ത 10 കൽപ്പനകളാണോ? ഏതാ നിങ്ങൾക്ക് വലുത്? ഇതാണ് ഈശോയുടെ ചോദ്യത്തിൻ്റെ, ഈശോയുടെ ആരോപണത്തിൻ്റെ, ഈശോയുടെ ആർഗ്യുമെൻറ്റിൻ്റെ അടിസ്ഥാനം. ഇതാണ് കർത്താവ് ചോദിക്കുകയാണ്, ഏതിനാണ് പ്രയോറിറ്റി? പറ, നിങ്ങൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? നിങ്ങളുടെ പാരമ്പര്യത്തിനാണോ? പാരമ്പര്യം എവിടെ നിന്നാണ്? ഈ പാരമ്പര്യം മനുഷ്യൻ്റെ പാരമ്പര്യമാണ്. അത് എവിടെ നിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മനുഷ്യൻ പരിസയരുണ്ടാക്കിയ പാരമ്പര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, വെപ്പ് പല്ല് വെക്കുക, വടി ഉരച്ചുകൊണ്ട് നടക്കാതിരിക്കുക, സാപത്തിൽ ലിഫ്റ്റിൻ്റെ സ്വിച്ച് പോലും ഓൺ ചെയ്യാതിരിക്കുക, ഇങ്ങനെ തുടങ്ങിയ നിരർത്ഥകമായ പാരമ്പര്യങ്ങൾ ഉണ്ടാക്കിയത് പരിസയരാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വില കൊടുക്കുന്നത്? നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ്റെ ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യത്തിനാണോ അതോ മോശ വഴി ദൈവം അരുളി ചെയ്ത ദൈവകൽപ്പനയ്ക്കാണോ? എന്തിനാണ് പ്രാധാന്യം? അതാണ് ഈ വാക്യങ്ങളുടെ ധ്വനി. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവകൽപ്പനയെ നിങ്ങൾ അവഗണിക്കുകയാണോ? പാരമ്പര്യം വഴി ദൈവവചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കുകയാണോ? ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചോദ്യം ഇവിടെ വരാം, പാരമ്പര്യം വേണ്ട എന്നല്ലേ അപ്പോൾ യേശുവിൻ്റെ പ്രബോധനം? അങ്ങനൊരു ചോദ്യം വരാം. പെന്തക്കോസ്ത വിഭാഗങ്ങൾ അപ്പസ്തോലിക സഭകൾക്കെതിരായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഇതാണ്, ഈശോ പാരമ്പര്യത്തെ നിഷേധിച്ച ആളാണ്, പാരമ്പര്യം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അതിനാണ് ആദ്യം ഉത്തരം കൊടുക്കേണ്ടത്. ഈശോ ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? എന്തിനെയാണ് വിമർശിക്കുന്നത്? പാരമ്പര്യത്തെയാണോ? 2000 വർഷത്തെ പാരമ്പര്യം തിരുസഭ പിന്തുടരുന്നുണ്ട്, അപ്പസ്തോലിക പാരമ്പര്യം. ആ പാരമ്പര്യം വേണ്ടെന്നാണോ ഈശോ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അപ്പസ്തോലിക സഭകളുടെ നമ്മൾ പാരമ്പര്യവും ദൈവവചനവും ഒരുപോലെ കാണുന്ന അപ്പസ്തോലിക സഭകളുടെ രീതിയെ വിമർശിക്കാൻ വേണ്ടി ഈ വചനം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അല്പം വിശദമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് 2-3 വാക്യങ്ങൾ എടുക്കാം. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഈ വാക്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 1 കൊരിന്തോസ് 11:2 എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപോലെ സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. വാക്യം കേട്ടോ എന്താ പറഞ്ഞെന്ന്? എല്ലാ കാര്യത്തിലും പൗലോസ് കൊരിന്തോസിലെ സഭയോട് പറയുകയാണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതുപോലെ സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പാരമ്പര്യത്തെ ഏറ്റുപറയുകയാണ് ആര്? പൗലോസ് ലീഗ. അടുത്ത വാക്യം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 2:15. അതിനാൽ സഹോദരങ്ങളെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. കേട്ടോ ഇത് എന്താ പറഞ്ഞേ? പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്കായിലെ സഭയോട് പറയുകയാണ്, ഞങ്ങൾ വചനം വഴിയോ കത്ത് വഴിയോ എന്തെങ്കിലും പാരമ്പര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും വേണം. 2 തെസ്സലോനിക്ക 2:15. അതിനാൽ സഹോദരങ്ങളെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. മറ്റൊന്ന്
2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. കാരണം ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും, എന്തിനാണ് നിങ്ങൾ ഈ പാരമ്പര്യം, ദൈവവചനം മാത്രം പാലിച്ചാൽ പോരെ, എഴുതപ്പെട്ട വചനം മാത്രം പാലിച്ചാൽ പോരെ, എന്തിനാണ് ഈ പാരമ്പര്യം എന്ന് ചോദിക്കുമ്പോൾ അതിന് വചനത്തിന് അടിത്തറയുണ്ട്, വചനത്തിൽ ഉത്തരവുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം. വായും പൊളിച്ച് നിൽക്കരുത് ചോദിക്കുമ്പോൾ. ശരിയാണെന്ന് പറഞ്ഞ് നാളെ പോയി മുങ്ങരുത്. മറിച്ച് ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ അപ്പസ്തോലിക സഭകളുടെ എല്ലാ പാരമ്പര്യത്തിനും ദൈവവചനത്തിന് അടിത്തറയുണ്ട്. എല്ലാ പാരമ്പര്യത്തിനും ദൈവവചനത്തിൽ അടിത്തറയുണ്ട്. പ്രശ്നം എന്താണ്? നമ്മളിത് പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ചാടി പോകാൻ നിൽക്കും. അതുകൊണ്ട് നിങ്ങളെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അരൂപി എന്തെന്നറിയാമോ? അതായത് ഇത് നമുക്കറിയാമല്ലോ. അതായത് ഇത് എന്തായാലും ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രപഞ്ചം കാണിച്ചു തുടങ്ങി. ശരിയല്ലേ? ശരിയാണ്. എല്ലാ വിധത്തിലും മനുഷ്യൻ ഞെരുക്കപ്പെടുകയാണ്. അതായത് കർത്താവ് തൻ്റെ 2ാം വരവിന് മുമ്പായി കർത്താവ് അരുളി ചെയ്ത എല്ലാ അടയാളങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനേക വർഷങ്ങളായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ കർത്താവ് വരുമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ യുഗം അന്ത്യയുഗമാണ്. അതായത് ഏത് സമയത്തും കർത്താവിൻ്റെ ആഗമനം ഉണ്ടാകാം. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ കാരണം എന്താണ്? അതിൻ്റെ അടയാളങ്ങൾ ഭൂമി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്താ ഈ വചനം പഠിപ്പിക്കുന്നത് അറിയാമോ? അതായത് ഈ യേശുവിൻ്റെ 2ാം വരവുമായി ബന്ധപ്പെട്ട് കർത്താവ് പഠിപ്പിക്കുന്ന അടയാളങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് കർത്താവ് പറയുകയാണ്, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഇത് മത്തായി 24 പറയുന്നുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായി 24 പറയും. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ എഴുതുമ്പോൾ എപ്പോഴും അദ്ദേഹം ഈ അന്ത്യകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരങ്ങളെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നിട്ട് പറയുകയാണ് 3-ാമത്തെ വാക്യം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. മനസ്സിലായോ? അതായത് അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നറിയാം? ഈ യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, ആ കാര്യങ്ങളെല്ലാം, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമതായിട്ടും കർത്താവ് പറഞ്ഞ എന്തെന്നറിയാമോ? നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഈ വഴിതെറ്റിക്കുന്ന ഒരു അരൂപി അത് ഇന്ന് ഭയങ്കര പ്രബലമായി സഭയ്ക്കകത്തുണ്ട്. വഴിതെറ്റിക്കുന്ന ഒരു അരൂപി. നിങ്ങൾ യൂട്യൂബിലേക്ക് നിങ്ങൾ വളരെ കെയർഫുൾ അല്ലെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കുന്ന, യേശുവിൻ്റെ നാമം പറയുന്ന, ദൈവവചനം പ്രത്യക്ഷമായി പറയുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ഒരുപാട് വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങൾ ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. ഒത്തിരി ആളുകൾ അത് കേട്ടിട്ട് അതെന്താണച്ചാ ഇതെന്താണച്ചാ. എനിക്ക് അവരോട് ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കണം. നിങ്ങൾ ഈ ചപ്പും ചവറും എന്തിന് കേൾക്കാൻ പോകുന്നു? പ്രധാനപ്പെട്ടത് കേൾക്കാനും വായിക്കാനും തന്നെ നമുക്ക് സമയമില്ലാതിരിക്കെ നിങ്ങൾ എന്തിന് ഇത് പിന്നെ അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയാണോ, വാക്സിൻ എടുക്കുന്നത് മുദ്രയാണോ? ഒരുപാട് അബദ്ധങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. വഴിതെറ്റിക്കുന്ന ഒരു അരൂപി. 3-ാമത്തെ വാക്യം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. എന്നിട്ട് അതിൽ താഴോട്ട് വരുന്ന സമയത്ത് 11-ാമത്തെ വാക്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. 2 തെസ്സലോനിക്കർ 2:11. നല്ല ശ്രദ്ധയോടെ കേൾക്കണേ. അതിനാൽ വ്യാജമായതിനെ, കള്ളമായതിനെ, കള്ളത്തരത്തെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ഈ സത്യത്തെ അറിയാൻ താല്പര്യമില്ലാത്തവരിൽ, യേശുവിനെ ആരാധിക്കാൻ താല്പര്യമില്ലാത്തവരിൽ, നിങ്ങൾ ഈ ഭക്തരെല്ലാം യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. ഭക്തരായിട്ട് കാണപ്പെടുന്നവരെല്ലാം യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന് കരുതരുത്. ഭക്തരിൽ പലരും തങ്ങളെ തന്നെ ആരാധിക്കുന്നവരാണ്. ഭക്തരിൽ പലർക്കും യേശുവല്ല തങ്ങൾ തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? അത് അവരുടെ മുഖത്തെ ഗർവിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അവരുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിൽ നിന്നും തിരിച്ചറിയാം. യേശുവിനെ അല്ല പലരും മഹത്വപ്പെടുത്തുന്നത്, തങ്ങളെ തന്നെയാണ്.
ദൈവരാജ്യമല്ല പലരും പണിയുന്നത്, തങ്ങളുടെ സാമ്രാജ്യങ്ങളാണ്. ദൈവത്തെ അല്ല പലരും മഹത്വപ്പെടുത്തുന്നത്, തങ്ങളെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാം, ഈ പറയുമ്പോൾ പറയുമ്പോൾ എല്ലാം യേശു, ദൈവം, വചനം എല്ലാമാണ്. പക്ഷേ തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെറ്റ് പറയുമ്പോൾ എത്രയോ ആളുകൾ, ഇന്ന് ഞാൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എത്രയോ ആളുകൾ അബദ്ധങ്ങൾ വിശ്വസിച്ച് ഇപ്പോഴും കഴിയുന്നു. ഇപ്പോഴും ഈശോ ഇനിയും ഒരു കുഞ്ഞായിട്ട് വീണ്ടും വന്ന് ജനിക്കുമെന്നും അങ്ങനെയൊക്കെ വിശ്വസിച്ച അബദ്ധം നോൺ സെൻസ് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ, ഈ വിശ്വസിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ, ഇത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, അറിവും പഠിപ്പും ഇല്ലാത്തവരല്ല, വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരുമാണ്. അപ്പം എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇത്തരം കൂടാരങ്ങളിൽ പോയിട്ട് സുബോധം വീണ്ടും കിട്ടി തിരിച്ച് വന്ന ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇവിടെ വന്നവർ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് നോൺ സെൻസ് ആണെന്ന്, ഇത് എന്തൊരു നോൺ സെൻസ് ആണിത്, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? അവർ പറയുകയാണ്, അച്ഛാ ഇതെല്ലാം വചനത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോയി. എന്താ ഇവിടെ കണ്ടോ? വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവർ ഉണർത്തുമെന്ന് പറഞ്ഞ്. ദൈവം ഉണർത്തുമെന്ന്, പിശാച് ഉണർത്തുന്നല്ല. ദൈവം എന്തുകൊണ്ടാണ് ഉണർത്തുന്നത്? ഈ റോമാലേഖനത്തിൽ വിട്ടുകൊടുത്തു എന്ന് 1-ാം അധ്യായത്തിൽ 3 തവണ പറയുന്നുണ്ട്. അശുദ്ധിക്ക് വിട്ടുകൊടുത്തു, അങ്ങനെ തിന്മയ്ക്ക് വിട്ടുകൊടുത്തു. ഈ വിട്ടുകൊടുത്തത് എപ്പോഴാണ്? വിട്ടുകൊടുത്തതിന് മുമ്പ്, അതിന് മുമ്പുള്ള ഭാഗത്തൊരു കാര്യം പറയുന്നുണ്ട്. അവർ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതിയത് കൊണ്ട് ദൈവം അവരെ വിട്ടുകൊടുത്തു. ഈ ദൈവത്തെ അംഗീകരിക്കുന്നതിന് പകരം തങ്ങളെ തന്നെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് ഭക്തരുടെ ഇടയിൽ. തങ്ങളെ തന്നെയാണ് അവർ ആരാധിക്കുന്നത്, ദൈവത്തെ, യേശുവിനെ അല്ല. അവർ മഹത്വപ്പെടുത്തുന്നത് യേശുവിനെ അല്ല, തങ്ങളെ തന്നെയാണ്. തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അവരുടെ യൂട്യൂബ് ചാനൽ. തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അവരുടെ വചന ശുശ്രൂഷകൾ. തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അവർ നടത്തുന്ന ആത്മീയ ശുശ്രൂഷകൾ. In the ultimate and the final analysis, they are actually glorifying themselves and their idol is themselves. അവർ തന്നാണ് അവരുടെ വിഗ്രഹങ്ങൾ, അവർ തന്നാണ് അവരുടെ ആരാധനാമൂർത്തികൾ. അപ്പോ അവർ ദൈവത്തെ അംഗീകരിക്കുന്നില്ലല്ലോ. ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ദൈവത്തെ അംഗീകരിക്കുന്നതിന് പകരം സ്വയം ദൈവമായിട്ട് കാണുന്നത് കൊണ്ട് ദൈവത്തെക്കാൾ ഉപരി ചില ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ചില കൂട്ടായ്മകളെയും ചില മിനിസ്ട്രികളെയും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം വിട്ടുകൊടുക്കും. തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. പറയുന്ന മനസ്സിലാവുന്നോ? അപ്പം ആരാധിക്കുന്നത് ദൈവത്തെ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കുർബാന എത്ര നന്നായിരുന്നു എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ എങ്കിൽ ആക്ച്വലി വി ആർ വർഷിപ്പിംഗ് അവർ സെൽസ്. നമ്മൾ നമ്മളെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോയല്ല. ഇപ്പം നമ്മളൊരു പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ട് പാടി എങ്ങനെ ആളുകളെ ഇമ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മുടെ അകത്ത് കിടക്കുന്നതെങ്കിൽ ആ പാട്ട് വഴി നമ്മൾ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, നമ്മളെ തന്നെയാണ്. ഞാനൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന വഴി എനിക്ക് എങ്ങനെ ഞാനൊരു നല്ല പ്രാർത്ഥനക്കാരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാം എന്നതാണ് എൻ്റെ അകത്ത് കിടക്കുന്ന അബോധങ്ങളിലെ എൻ്റെ ആദർശരൂപമെങ്കിൽ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലെ പൂജാമൂർത്തി ഞാൻ തന്നെയാണ്, യേശുവല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് പറയാണ്, ഈ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം ഉണർത്തും. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഈ ഓരോരുത്തർ വന്നിട്ട് നമുക്ക് ഈ സഭയുടെ ക്രെഡിബിലിറ്റി എന്തെന്നറിയോ? 2000 വർഷമായിട്ടും കർത്താവ് കൈ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പസ്തോലിക സഭയുടെ ക്രെഡിബിലിറ്റി. മനസ്സിലായോ? കാലത്തെ അത് അതിജീവിച്ചു, നൂറ്റാണ്ടുകളെ അത് അതിജീവിച്ചു. ചക്രവർത്തിമാരെയും പീഡാനുഭവങ്ങളെയും വേട്ടയാടലുകളെയും കിരാതമായ അടിച്ചമർത്തലുകളെയും അതിജീവിച്ച്, കൊടുങ്കാറ്റുകളെ അതിജീവിച്ച്,
കപ്പൽ ഛേദങ്ങളെ അതിജീവിച്ച്, തിരമാലകളെ അതിജീവിച്ച്, യുദ്ധങ്ങളെ അതിജീവിച്ച്, കിരാതന്മാരായ ചക്രവർത്തിമാരുടെ നരാധമമായ പ്രവൃത്തികളെ അതിജീവിച്ച് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും ഇന്ന് തിരുസഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് സഭയുടെ ക്രെഡിബിലിറ്റി. ഇന്നലത്തെ മഴയിൽ മുളച്ച തകരകളല്ലത്, ഇന്നലത്തെ മഴയിൽ കിളിച്ചു വന്ന ചെടികളല്ലത്, മറിച്ച് അത് അതിജീവിച്ചു. അത് ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രത്യേകതയാണത്. ക്രിസ്തുവിൻ്റെ സഭ 4 ദിവസം കഴിയുമ്പോൾ പൂട്ടില്ലത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആവേശത്തോടെ തുടങ്ങിയ പല സംവിധാനങ്ങളും ഇല്ലാതാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഭ നിലനിൽക്കും. അത് ചെറിയ കൂട്ടമാണെങ്കിലും നിലനിൽക്കും. ഇപ്പോൾ പള്ളികൾ അടച്ചാലും പള്ളികൾ വിറ്റാലും ഭക്തരായ ആളുകളുടെ കൂട്ടായ്മകൾ നിലനിൽക്കും, വിശ്വാസമൂഹങ്ങൾ നിലനിൽക്കും. അതെല്ലാ രാജ്യത്തും ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ രാജ്യങ്ങളിൽ പോലും എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹങ്ങൾ ഇഷ്ടം പോലുണ്ട്. ചൈനയിലുണ്ട്, അടിച്ചമർത്തപ്പെട്ട പല രാജ്യങ്ങളിലുണ്ട്, ക്രിസ്ത്യാനിറ്റിക്ക് വിരോധമായി ചിന്തിക്കുന്ന പല രാജ്യങ്ങളിലും. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ സഭയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ പെട്ടെന്നൊരു ദിവസമേ ഒരു ബൈബിൾ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ടോ കഷത്ത് വെച്ചിട്ടോ ഒരു ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് വന്നാൽ അത് സഭയാവില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഒരു വിമർശനമായിട്ടോ കുറ്റപ്പെടുത്തലായിട്ടോ കാണരുത്. അതൊരു പരമാർത്ഥമാണത്. ഇന്ന് ഒരുപാട് ആളുകളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കുന്നുണ്ട്. നിങ്ങൾ സുവിശേഷ വേലയാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് തിരുസഭയിൽ നിന്നും ആളുകളെ തെറ്റ് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സുവിശേഷ വേലയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഛത്തീസ്ഗഡിൽ വരൂ, ഒറീസയിൽ വരൂ, ആന്ധ്രയിൽ വരൂ, നിങ്ങൾ ജാർഖണ്ഡിൽ വരൂ, നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലെ വിദൂരമായ ഗ്രാമങ്ങളിൽ വരൂ. യേശുവിനെ കണ്ടിട്ടില്ലാത്തവരെ കേട്ടിട്ടില്ലാത്തവരെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അവരോട് പറയൂ, നിങ്ങൾ എന്തിനാണ് ഒരിക്കൽ ക്രിസ്തുവിനെ അറിഞ്ഞവരെ വഴിതെറ്റിക്കാൻ നടക്കുന്നത്? ഹല്ലേലൂയാ. അപ്പോൾ പാരമ്പര്യത്തെ അല്ല കർത്താവ് തള്ളി പറയുന്നത്, പാരമ്പര്യത്തെ അല്ല. അപ്പോൾ പാരമ്പര്യത്തെ തള്ളിപ്പറയുമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെഴുതിയ തിരുവെഴുത്തിൽ ഞാൻ 3 റെഫറൻസ് പറഞ്ഞു. പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ ഈശോ ഇവിടെ എന്തിനെയാണ് തള്ളി പറയുന്നത്? സൂക്ഷിച്ച് കേൾക്കണം. ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളെയാണ്. അത് ശ്രദ്ധിക്കണം. വെറും പാരമ്പര്യത്തെ അല്ല, ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളെ. ഒരു പാരമ്പര്യം വചനവിരുദ്ധമാണെങ്കിൽ അതിനെ നമ്മൾ തള്ളിക്കളയണം, അതിനെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ദൈവവചനത്തെ ഇത് കൂടുതൽ വിശദമായിട്ട് അടുത്ത ഒരു സെഷനിൽ കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ ബൈബിളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കുളിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? നമ്മൾ പല്ല് തേക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി പല്ല് തേക്കാതിരിക്കുന്നുണ്ടോ, കുളിക്കാതിരിക്കുന്നുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഒരു ക്രിസ്തീയ സഭയിൽ അനുവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ദൈവവചനത്തിന് കടകവിരുദ്ധമാണോ? ഇത് ദൈവവചനം വിലക്കിയിട്ടുള്ള കാര്യമാണോ? ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദൈവവചനത്തിലില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഈ സഭയെ വിമർശിക്കുന്നവർ ചെയ്യുന്നുണ്ട്. മീശ ഒടിക്കണമെന്ന് എവിടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? മീശ ഒടിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിളിൽ അതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തിന് വിധേയമായി നിർവഹിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. കൂടുതൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ വചനമാഴമായി അങ്ങ് പതിച്ച് അരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.